ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ പരിപാടി നമ്മുടെ നമസ്കാരം. നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി മഞ്ചേശ്വരത്ത് നിന്ന് യാത്ര ആരംഭിച്ചിട്ട് ഇപ്പോൾ ദിവസങ്ങൾ അനവധിയായി. പത്തനാപുരവും കടന്ന് നവകേരള യാത്ര ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 140 മണ്ഡലങ്ങളിലെ നവകേരള യാത്ര കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് ഈ യാത്ര ജനുവരി 2-ന് സമാപിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. നേരത്തെ ഡിസംബർ 24-ാം തീയതി സമാപിക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ജനുവരി 2-ലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എപ്പോഴാണ് യാത്രയുടെ സമാപനം എന്നുള്ളത് ഇതുവരെയും നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഓരോരോ വേദികളിലും മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടായി നമ്മൾ കാണുന്നു. നവകേരള സദസ്സിന്റെ യാത്ര പോകുന്ന മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ പലരും കരിങ്കൊടി കാണിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPM ഗുണ്ടകളും പോലീസും ചേർന്ന് യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതയ്ക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ വരെയാണ് യൂത്ത് കോൺഗ്രസ്കാരെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതയ്ക്കുവാൻ വേണ്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കുറുവടിയുമായി തല്ലുന്നതെല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ്. ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഗൺമാന് അവരെ അത്തരത്തിൽ വടിയെടുത്ത് അടിക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയോ മറ്റേതെങ്കിലും പ്രവർത്തകരെയോ കരിങ്കൊടി കാണിക്കുന്ന ആരെയും ശാരീരികമായി ആക്രമിക്കുവാൻ ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിലിന് അവകാശമില്ല. അതിന് നിയമപരമായ സാധുതയില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ തനിക്കെതിരെയുണ്ടാകുന്ന കരിങ്കൊടി പ്രകടനങ്ങളെ അടക്കം മുഖ്യമന്ത്രി ഗുണ്ടകളെ വിട്ട് അടിച്ചൊതുക്കുന്ന പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഒരാൾ കരിങ്കൊടിയുമായി ചെല്ലുകയോ അല്ലെങ്കിൽ മുദ്രാവാക്യം മുഴക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ പോലീസും CPM ഗുണ്ടകളും ഡിവൈഎഫ്ഐ ഗുണ്ടകളും ചേർന്ന് അടിച്ചൊതുക്കി അവശരാക്കും എന്നുള്ള ഒരു ചിത്രമാണ് കുറെ കാലങ്ങളായി കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചു. അത് കണ്ണൂർ മാടായിക്കോണത്ത് എത്തിയപ്പോൾ തന്നെ അവിടെ നിന്നും സദസ്സിൽ നിന്നും ഒരാൾ ചാടി എഴുന്നേറ്റ് മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യവുമായി നവകേരള സദസ്സിലേക്ക് പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തൽക്ഷണം പോലീസ് ചാടി വീണ് അയാളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്നത് നമുക്ക് കാണാമായിരുന്നു. മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി കേരളത്തിൽ എവിടെ എത്തിയാലും ഞങ്ങൾ പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്കാരും സാധാരണക്കാരായ മറ്റുള്ള ആളുകൾ പറയുന്നത് എന്നാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും കാണുമ്പോഴും ഇത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നവകേരള സദസ്സ് പലർക്കും രുചിക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്, നാടിന് വേണ്ടിയാണ്, നാടിന്റെ ഭാവിക്ക് വേണ്ടിയാണ് നവകേരള സദസ്സ് നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി പല വേദികളിലും പറയുന്നത്. നവകേരള സദസ്സിൽ പരാതികൾ സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എവിടെയും പരാതി നേരിട്ട് സ്വീകരിക്കുന്നില്ല. ഇത് പരാതി പരിഹാര സെല്ലല്ല എന്ന് തന്നെ മുഖ്യമന്ത്രി മറ്റൊരവസരത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. പരാതി കൊടുക്കണം എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നവകേരള സദസ്സിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന കൗണ്ടറുകളിൽ പരാതി കൊടുക്കാം. അപ്പോഴും മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ നേരിട്ടോ പരാതി കൊടുക്കുവാൻ ഒരു കാരണവശാലും പൊതുജനങ്ങൾക്ക് സൗകര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്ന കാര്യം. ഇത് പരാതി കേൾക്കുവാനുള്ള സദസ്സല്ല, മറിച്ച് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള, നാട്ടുകാരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള യാത്രയാണ് ഇതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ യാത്രയിൽ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ പരാതി സ്വീകരിക്കാത്തത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ ജനങ്ങളും മുഖ്യമന്ത്രിയോട് പറയുന്നത്. ഇങ്ങനെ ജനങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രതിഷേധത്തിന്റെ അകലം കുറഞ്ഞു വരുന്നു. എല്ലാ വേദികളിലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ എത്തുന്നു, യൂത്ത് കോൺഗ്രസ്കാരെത്തുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് പരാതികളെയും പ്രതിഷേധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുന്ന ഈ കഴിഞ്ഞ നവകേരള സദസ്സിൽ ഒരാൾ മുഖ്യമന്ത്രിക്കെതിരെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മുന്നണിക്കോ പാർട്ടിക്കോ എതിരായതോ അനുകൂലമായതുമായ പരിപാടിയല്ലേ ഈ പരിപാടി. നാടിന് വേണ്ടിയുള്ള പരിപാടി, നാടിന് വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ പരിപാടി നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതാണ് നാം കാണേണ്ടത്. അത്തരമൊരു പരിപാടി ബഹിഷ്കരിച്ച
ഒരു കൂട്ടരുണ്ടല്ലോ. ആ ബഹിഷ്കരിച്ചവര് പല നാടകങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി കാണിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. മുഖ്യമന്ത്രി വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയായിരുന്നു ഇയാൾ ഇങ്ങനെ വേദിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മുഖ്യമന്ത്രിയുടെ നേരെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാഞ്ഞെടുത്തത്. പോലീസ് തക്ക സമയത്ത് ഇടപെട്ടു, അയാളെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും നമുക്ക് കാണാമായിരുന്നു. മുഖ്യമന്ത്രി വേദിയിൽ പ്രസംഗിക്കുന്നത് ഇത് നാടിന് വേണ്ടിയാണ്, നാട്ടുകാർക്ക് വേണ്ടിയാണ്, കേരളത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന അവസരത്തിലാണ് ഇയാൾ മുദ്രാവാക്യവുമായി ചുരുട്ടിയ മുഷ്ടിയോടുകൂടി മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടത്. ഇയാൾ അപ്പോൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അല്ല അല്ല അല്ല, അതായത് മുഖ്യമന്ത്രി ഈ നാടിന് വേണ്ടിയാണ് നവകേരള യാത്ര, നാട്ടുകാർക്ക് വേണ്ടിയാണ് നവകേരള യാത്ര എന്ന് മുഖ്യമന്ത്രി ഓരോ പ്രാവശ്യവും ഇങ്ങനെ നിർത്തി പറയുമ്പോൾ ഇയാൾ പ്രതിഷേധ സൂചകമായി അല്ല അല്ല അല്ല, അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച് മുഷ്ടി ചുറ്റിക്കൊണ്ട് ഓടുന്നത് കണ്ടത്. ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായ പോലീസുകാർ ചാടി വീണു അയാളെ തൂക്കിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് പിന്നീട് കണ്ടത്. സാധാരണ ജനങ്ങളിൽ നിന്ന് പോലും പ്രതിഷേധമുയരുന്നു. കരിങ്കൊടി കാണിക്കാൻ എത്തുന്നവരെ മുഖ്യമന്ത്രിയുടെ പോലീസുകാരും CPM-കാരും കൂടി തല്ലിച്ചതയ്ക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. എന്നാൽ കരിങ്കൊടി ഇല്ലാതെയാണ് ഇയാൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി വേദിയിൽ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാഞ്ഞെടുത്തത് അല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പാഞ്ഞെടുത്തത്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതെല്ലാം ഈ പരിപാടി, അതായത് നവകേരള സദസ്സ് ഏതെങ്കിലും വിധത്തിൽ അലങ്കോലമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന നാടകത്തിന്റെ ഭാഗമാണ്. ഈ നാടകത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ഒരാൾ മുദ്രാവാക്യം വിളിച്ച് കാണിച്ച ചില പേക്കൂത്തുകൾ. ഇതാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ പിന്നീട് പറഞ്ഞത്. UDF-നെതിരെ ഈ അവസരം കൃത്യമായി വിനിയോഗിക്കുവാൻ മുഖ്യമന്ത്രി മറന്നില്ല. ഒരാൾ മുഖ്യമന്ത്രിക്കെതിരെ ഈ നവകേരള സദസ്സ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പ്രതിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് സാധാരണക്കാരനല്ല, അത് UDF-കാരനാണ്, UDF-കാർക്കാണ് ഈ പരിപാടി ഏത് വിധേനയും പൊളിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നത്, ഇത് പൊളിച്ചു കളയാൻ വേണ്ടി UDF-കാരാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിഷേധം ഉയർത്തിയാൽ സാധാരണ ഒരു പൊതുജനമല്ല, ഇത് UDF-ന്റെ ഏതെങ്കിലും അംഗങ്ങളായിരിക്കും, അവരുടെ സ്ഥാപിത താല്പര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ പ്രതിഷേധ നാടകം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇയാൾ ഈ പ്രതിഷേധ സൂചകമായി പാഞ്ഞെടുത്ത ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ പിന്നീട് വ്യക്തമാക്കിയത്. എന്തായാലും വേദിക്ക് സമീപം വെച്ച് ഇയാളെ പിടികൂടിയ പോലീസ് ഇയാളെ ആക്രമിക്കുന്നതൊന്നും കണ്ടില്ല. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി മുന്നോട്ട് പോകുന്തോറും പ്രതിഷേധങ്ങളുമായി ജനങ്ങളും കൂടുതൽ മുന്നോട്ട് വരുന്നു എന്ന് വേണം ഇത്തരം ഒരു പ്രതിഷേധ പരിപാടിയിലൂടെ മനസ്സിലാക്കാൻ. സംഘം ചേർന്നായാലും ഒറ്റയ്ക്കും തനിച്ചും ആയാൽ പോലും ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനോട് പ്രതിഷേധം അർപ്പിക്കുന്നു, പ്രതികരിക്കുന്നു. തീർച്ചയായും ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഇത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടി അല്ലെങ്കിൽ CPM-നും വേണ്ടി മുഖ്യമന്ത്രിയും കൂട്ടരും കെട്ടിച്ചമച്ച് നടത്തുന്ന ഒരു യാത്രയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വികാരം. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിലേക്ക് ഒരാൾ പാഞ്ഞു കയറി ചെന്നുകൊണ്ട് ഇത്തരത്തിൽ വിളിച്ചു പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, അല്ല 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 എന്ന്. എന്തായാലും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ഇപ്പോൾ പത്തനാപുരം കഴിഞ്ഞ് യാത്ര തുടരുന്നു. തിരുവനന്തപുരത്ത് 24-ാം തീയതിയോ അല്ലെങ്കിൽ ജനുവരി 2-ാം തീയതിയോ നവകേരള സദസ്സ് സമാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ. അതിനിടയിൽ ഇതുപോലുള്ള എന്തെല്ലാം അനിഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജനം ആശങ്കയോടുകൂടി കാത്തിരിക്കുന്നത്. എന്നാൽ എന്ത് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നു, ഇതൊന്നും ഞങ്ങൾ വകവയ്ക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നവകേരള സദസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.